കഴിഞ്ഞ സെപ്റ്റംബർ 9 വാഷിങ്ടൺ DC-ക്കടുത്തുള്ള ഡാളസിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചടങ്ങിൽ നടത്തിയ പ്രസംഗം കുറച്ച് വിവാദമായിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകർക്കെല്ലാം രാഹുൽ ഗാന്ധി ഇരുന്ന സ്റ്റേജിനോട് വളരെ അടുത്താണ് സീറ്റ് തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് തൊട്ടടുത്തിരുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, ലോകമെമ്പാടും ഇത് സജീവ സംപ്രേഷണം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം, കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് പോരാടിയത് എന്ന വിഷയം, അതാണ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. പറഞ്ഞു വരുന്നതിനിടയ്ക്ക് അദ്ദേഹം സദസ്സിലേക്ക് നോക്കിയപ്പോൾ നല്ല ഉയരമുള്ള ഒരു സിഖ് യുവാവ്, അദ്ദേഹം ഒരു ചാനൽ പ്രവർത്തകനാണ്, മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സുമുഖനായ യുവാവാണ് അദ്ദേഹം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അദ്ദേഹം പറഞ്ഞു, ബൽവീന്ദർ സിംഗ്. അവിടെ ആ സംഭാഷണം അവിടെ തീർന്നിട്ട് രാഹുൽ ഗാന്ധി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷിലായിരുന്നു പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലെ ആ വാക്കുകൾ ഇംഗ്ലീഷിൽ തന്നെ ഞാനിവിടെ ഉദ്ധരിക്കാം. It is all about whether he as a Sikh allowed to wear turban in India, or as a Sikh allowed to wear kadai in India, or as a Sikh allowed to go to Gurudwara. Not just for him, it is for all religion. എന്ന് വെച്ചാൽ സിഖുകാർക്ക് ഗുരുദ്വാരയിൽ പോകാനും കടായി ധരിക്കാനും ടർബൻ ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് താൻ പോരാടിയത്. അത് സിഖുകാരുടെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇത്രയും നിരുപദ്രവകാരിയായ ഒരു പ്രസംഗത്തെ എങ്ങനെയാണ് സംഘപരിവാർ ശക്തികൾ വളച്ചൊടിച്ചതെന്ന് നോക്കാം. പൊടുന്നനവേ രാഹുൽ ഗാന്ധി ദേശവിരുദ്ധനായി രാജ്യത്തിനെതിരെ അപവാദ പ്രചരണം നടത്തി, സിഖുകാർക്ക് ഗുരുദ്വാരയിൽ പോകാൻ അവകാശമില്ലെന്ന് പ്രസംഗിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷമോ അവരുടെ ചില നേതാക്കൾ, അനുയായികൾ നടത്തിയ പ്രതികരണം എത്ര രൂക്ഷമായിരുന്നുവെന്ന് നോക്കാം. രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്നാണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നാവറക്കണമെന്ന് ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗായ്ക്വാഡ് ആഹ്വാനം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടേതിന് സമാനമായ അനുഭവം ഉണ്ടാകുമെന്ന് ഡൽഹിയിൽ നിന്നുള്ള മുൻ BJP MLA തർവീന്ദർ സിംഗും ഭീഷണി മുറക്കി. ഈ രീതിയിലാണ് സംഘപരിവാർ ശക്തികൾ ഈ പ്രസംഗത്തെ വളച്ചൊടിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല. മോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഭീഷണി നേരിടുകയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് ഈ സിഖുകാരൻ്റെ ഒരു ഉപമ അദ്ദേഹം എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെങ്കിൽ അവിടെ നിന്നത് ഒരു മലയാളിയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു മലയാളി കടന്നു വന്നിരുന്നെങ്കിൽ അദ്ദേഹം കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചുമൊക്കെ ആയിരുന്നതിനെ സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി
മതങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം, സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം, സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളുമൊക്കെയാണ് അവിടെ പങ്കുവച്ചത്. സ്വാതന്ത്ര്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, അതൊക്കെയാണ് അദ്ദേഹം കോറിയിടാനായിട്ട് ശ്രമിച്ചത്. കോൺഗ്രസിൻ്റെ കാര്യം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ഇലക്ഷന് തൊട്ട് മുമ്പ്, വെറും 3 മാസം മുമ്പ് കോൺഗ്രസിൻ്റെ ഫണ്ട് മൊത്തം മരവിപ്പിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ഫ്രീസ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ അഗാധമായ പ്രതിസന്ധിയിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. നയാ പൈസ കയ്യിലില്ലാതെ തെരഞ്ഞെടുപ്പ് യുദ്ധം നയിക്കേണ്ടി വന്ന വളരെ സങ്കീർണവും വിഷമകരവുമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ലത്. മറ്റ് പല വ്യക്തികൾക്കും, പ്രസ്ഥാനങ്ങൾക്കും, സമൂഹങ്ങൾക്കുമൊക്കെ ഈ ഭീഷണി നേരിടേണ്ടി വന്നു. പൗരത്വ നിയമ ഭേദഗതി, അതുപോലെ തന്നെ മണിപ്പൂരിലെ കലാപം, രാജ്യത്തിൻ്റെ പല മേഖലകളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നടക്കുന്ന വേട്ടയാടലുകൾ, ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ രാഹുൽ ഗാന്ധി ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ രാജ്യത്ത് ഭീതിയുടെ ഒരു അന്തരീക്ഷമില്ല. നേരത്തെ 56 ഇഞ്ച് നെഞ്ച്, അതുപോലെ തന്നെ ദൈവവുമായി നേരിട്ട് കണക്ഷൻ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥ മാറിയിരിക്കുകയാണ്. താൻ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ സ്നേഹത്തോടെ പലയിടത്തും വെച്ച് തൻ്റെ കാറ് തടയും. എന്നിട്ട് കാറിൻ്റെ ഡോർ തുറന്നിട്ട് സന്തോഷത്തോടെ പറയും, ഞങ്ങളുടെ ഭീതി, ഭയം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കാതലായ മാറ്റങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. സ്വാതന്ത്ര്യം, അതാണ് രാഹുൽ ഗാന്ധി ഓരോ വാക്കിലും ഓരോ സെൻറ്റൻസിലും ഊന്നി പറയാൻ ശ്രമിച്ച ആശയം. അതിനെ നേരിടുന്ന വെല്ലുവിളികൾ, അതിനെ എതിരെ നടത്തിയ പോരാട്ടം, അതിനെ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ള നാടാണല്ലോ ഇന്ത്യ. ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം തരത്തിലുള്ള ആളുകൾ, സംസ്കാരങ്ങൾ, പൈതൃകങ്ങൾ, ഭക്ഷണ രീതികൾ, വസ്ത്രധാരണങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളുമുള്ള മറ്റൊരു ഭൂപ്രദേശം ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും കാണാൻ സാധ്യതയില്ല. അതിനെ, ഇന്ത്യയുടെ വൈവിധ്യത്തെ വർണ്ണിക്കുവാൻ രാഹുൽ ഗാന്ധി ഒരു നല്ല ഉപമ ഇവിടെ ഡാളസിൽ നടന്ന പ്രസംഗത്തിൽ പ്രയോഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, അമേരിക്കയിൽ ഡിന്നറിന് 3-4 ഘട്ടമായിട്ടാണല്ലോ ഡിന്നർ വരുന്നത്. ആദ്യം ഒരു കോഴ്സ്, പിന്നെ പ്രധാന കോഴ്സ്, പിന്നെ ഡെസേർട്ട് തുടങ്ങിയ രീതിയിലൊക്കെയാണല്ലോ ഇവിടെ ഡിന്നർ വിളമ്പുന്നത്. അതേസമയം ഇന്ത്യയിൽ എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലാണ് വരുന്നത്. അതിൽ ചോറിനും കറിക്കും, അതുപോലെ തന്നെ സാമ്പാറിനും അവിയലിനും മധുരത്തിനുമൊക്കെ തുല്യ പ്രാധാന്യമാണുള്ളത്. അതാണ് ഇന്ത്യ. എല്ലാവർക്കും തുല്യത, ആരും ആരുടെയും മുകളിലല്ല, ആരും ആരുടെയും കീഴിലല്ല. അങ്ങനെയുള്ള ഒരു വലിയ പൈതൃകം, സമ്പന്നത ആണ് ഇന്ത്യ എന്ന രാജ്യത്തിന് ഇപ്പോഴുള്ളത്. അതാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം. അതിനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും തന്നെ പേര് പരാമർശിക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പരാമർശിക്കുന്നുണ്ട്. അതിനകത്ത് വലിപ്പ ചെറുപ്പമില്ല, വലിയ സംസ്ഥാനങ്ങളില്ല, ചെറിയ സംസ്ഥാനങ്ങളില്ല, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്നൊന്നുമില്ല. എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിക്ക് മറ്റെന്തോ പ്രാധാന്യം, വലിയ സംസ്ഥാനങ്ങൾക്ക് മറ്റെന്തോ പ്രാധാന്യം. അങ്ങനെ നമ്മളുടെ തുല്യത, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഈക്വലാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ
ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്ദേഹം തുടർച്ചയായി പ്രസംഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെല്ലാം മുഴച്ചു നിന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും തുല്യതയ്ക്ക് വേണ്ടിയിട്ടുമുള്ള ശബ്ദമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് താൻ പ്രസംഗിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ നൂറുകണക്കിന് വേദികളിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് താൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചതെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ മൂല്യങ്ങൾക്ക് ഭീഷണി നേരിട്ടപ്പോൾ അവയെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുള്ള ശ്രമം. ഏതെങ്കിലും ഒരു സംസ്ഥാനമോ മതമോ ഭാഷയോ പ്രദേശമോ ഒന്നും വലുതല്ല. ചിലർ അവകാശപ്പെടുന്നത് പോലെ അവരുടെ മതം മറ്റ് മതങ്ങളെക്കാൾ മുകളിലല്ല. ചില പ്രദേശങ്ങൾ മറ്റ് പ്രദേശങ്ങളെക്കാൾ മുകളിലല്ല. ചില വ്യക്തികൾ മറ്റ് വ്യക്തികളെക്കാൾ മുകളിലല്ല. എല്ലാവരും തുല്യരാണ്, സമന്മാരാണ് എന്നുള്ള മഹത്തായ ആശയം ജനങ്ങളിൽ വീണ്ടും ഊട്ടിയുറപ്പിക്കാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രമം. അതിന് ഭീഷണി നേരിട്ടപ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് ഭീഷണി ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടനയുടെ നേരെയുണ്ടായ കടന്നാക്രമണമാണ് ഈ സമയത്തൊക്കെ ഉണ്ടായത്. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുക, ജനങ്ങളെ ഭീതിയിൽ നിന്ന് മോചിതരാക്കുക എന്നതായിരുന്നു തൻ്റെ മഹത്തായ ലക്ഷ്യമെന്ന് രാഹുൽ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം 56 നെഞ്ചിൻ്റെ കാര്യവും ദൈവവുമായി നേരിട്ടുള്ള ബന്ധവുമൊക്കെ ഇപ്പോൾ ആരും പറയുന്നില്ല. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ താൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്രമാത്രം വെറുപ്പും വിദ്വേഷവും പടരുന്നത്? എല്ലാവരും പരസ്പരം വെറുക്കുന്നതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പരസ്പരം വിഭജനം ഉണ്ടാക്കുന്നതിനാണല്ലോ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ആരും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ ഐ ലവ് യു എന്ന് പരസ്പരം പറയാത്തത്? യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമല്ലേ രാഷ്ട്രീയ പാർട്ടികളും നൽകേണ്ടത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധേയമായ ചോദ്യം. ഭാരത് ജോഡോ യാത്ര പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ അവരിൽ സ്നേഹത്തിൻ്റെ സന്ദേശം കൂടി പകരാനുള്ളതായിരുന്നു. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് ഭാരത് ജോഡോ യാത്രയിൽ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയല്ലോ. അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലെല്ലാം സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചത്. തടിച്ചുകൂടിയ ആളുകൾ, പ്രവാസികളും തിരിച്ചു പറഞ്ഞു, വി ലവ് യു രാഹുൽ ഗാന്ധി.